ജീവിതം ഒരു വിശ്വാസ യാത്രയാണ്. ജീവിതത്തെ ഒരു യാത്ര എന്ന നിലയിൽ നാം നിരന്തരമായി പരികൽപ്പന ചെയ്യാറുണ്ട്. അതിൽ അസാധാരണമായോ അസ്വാഭാവികമായോ പുതുതായോ ഒന്നുമില്ല. ജീവിതം ഒരു യാത്രയാണ്. എന്നാൽ ജീവിതം ഏത് തരത്തിലുള്ള യാത്രയാക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് അലസമായ യാത്രയാകാം, അലക്ഷ്യമായ യാത്രയാക്കാം, വിനോദയാത്രയാക്കാം, ശോകയാത്രയാക്കാം, മോക്ഷയാത്രയാക്കാം. പ്രചാരം നേടിയ ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം പഴയ തലമുറയിൽപ്പെട്ടവർ തീർച്ചയായും അറിയുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള പുസ്തകമാണ്. So life is a journey, but it can be made a pilgrimage. ജീവിതത്തെ ഒരു വിശ്വാസയാത്ര ആക്കുന്നതിന് നമുക്ക് വചനം വഴിവിളക്കുകളെ സമ്മാനിക്കുന്നുണ്ട്. വചനം വിളക്കാണ് എന്നുള്ളതും നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു രൂപകമാണ്. എവിടെയാണ് വചനം വിളക്കാകുന്നത്? വചനം വിളക്കാകുന്നത് വഴി വിശ്വാസയാത്രയാകുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് ഇടവക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് എങ്ങനെയാണ് വീടുകൾ വഴിവിളക്കാകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. സോ ഫാമിലി ആസ് എ ലാംപ് പോസ്റ്റ് ഇൻ ദ ജേർണി ഓഫ് ഫെയ്ത്ത്. ഫാമിലി ആസ് എ ലാംപ് പോസ്റ്റ് ഇൻ ദ ജേർണി ഓഫ് ഫെയ്ത്ത്. ഇന്ന് നാം ധ്യാനത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന വേദപുസ്തക സന്ദർഭം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ്. നാം അത് വായിച്ച് കേൾക്കുകയും ചെയ്തു. ഒട്ടും അറിയപ്പെടാതെ പോകുന്ന ഒരു ഭവനം, പേരോ നാൾ വഴികളോ ഇല്ലാത്ത ഒരു കുടുംബം. എന്നാൽ ആ കുടുംബം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ കുടുംബമായ ഇടവകയ്ക്ക് വിശ്വാസയാത്രയിലെ ഒരു വഴിവിളക്കാകുന്നത് എന്നാണ് നാം ധ്യാനിക്കുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് ഇന്ന് നാം കേൾക്കുന്ന വാക്കാണ് ബ്രാൻഡിങ്. എല്ലാം ബ്രാൻഡിങ് ആണ്. ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. ഒരു സാധാരണ കർഷകനെ നമ്മൾ അങ്ങനെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടൊന്നും കാണാറില്ല. ഒരു സാധാരണ മനുഷ്യനെ ഒരു മോഡലായി നാം അധികം കാണാറില്ല. നമുക്കറിയാം, പത്രവാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ സാധാരണ പത്രവാർത്തകളിൽ പറയുന്ന ഒരു കാര്യം, സാധാരണക്കാരൻ വാർത്തകളിൽ വരണമെങ്കിൽ കൗതുകകരമായത് എന്തെങ്കിലും സംഭവിക്കണം, അല്ലെങ്കിൽ അപായകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. അല്ലാത്തപ്പോഴൊന്നും സാധാരണക്കാർ വാർത്തകളിൽ വരാറില്ല. ഒന്നുകിൽ വണ്ടി ഇടിച്ച് മരിക്കണം, ഒരു അജ്ഞാതൻ വണ്ടി ഇടിച്ച് മരിച്ചു, ചിലപ്പോൾ പേര് കണ്ടെന്നിരിക്കും. മറ്റു ചിലർ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും, വാർത്തക്കാർ അവരുടെ പുറകെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നാൽ വാർത്തകൾ സൃഷ്ടിക്കാത്തതും വാർത്താലേഖകർ കൂടെ പോകാത്തതുമായ ധാരാളം ആളുകൾ, അവർ വാർത്തകളിൽ ശ്രദ്ധിക്കപ്പെടാറില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വലിയ പ്രത്യേകത, വഴിയോരങ്ങളിൽ വിസ്മൃതരാക്കപ്പെട്ടു പോകാവുന്ന സാധാരണക്കാരും പേരില്ലാത്തവരുമായ ഒരുപിടി ആളുകളെ, ഒരുപിടി ജീവിതങ്ങളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. So who are the brand ambassadors of the faith journey in the Bible? Not so prominent people, very poor people, peasants, pedestrians, and those who were not high-ranking officials. Very ordinary people
and most of the times even without having a name. But these unknown, unnamed people are branded as lampposts of life, lampposts of faith in the Bible. നാം ഇന്ന് കാണുന്ന ഈ കഥാസന്ദർഭത്തിൽ പറയുന്ന ആർക്കും പേരില്ല. ഒരു വീടിന്റെ അനുഭവമാണ് നാം വായിച്ചത്. പക്ഷെ ആ വീടിന് മറ്റൊന്നിൻ്റെയും പേരില്ല. മറ്റൊന്നിനാലും അവർ അടയാളപ്പെടുത്തപ്പെടുന്നില്ല. വീട്ടുപേരില്ല, ആളുകൾക്ക് പേരില്ല. പിന്നെ എന്താണ് നാം അവരിൽ നിന്ന് അറിയുന്നത്? അവർ വിശ്വാസയാത്ര നയിച്ചു. ആ വീട് വിശ്വാസയാത്രയിലെ ഒരു വഴിവിളക്കായി. നത്തിങ് മോർ ആൻഡ് നത്തിങ് ലെസ്. അത് മാത്രവുമല്ല, ഈ പ്രവാചക ശിഷ്യന്റെ ഭവനം അത് എലീശ പ്രവാചകന്റെ ശിഷ്യനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഏലിയാവാണ്. ഏലിയാവിന്റെ അത്രയും പ്രോമിനൻസ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളാണ് എലീശ. എന്നാൽ ആ എലീശ പ്രവാചകന്റെ ജീവിതം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം മുഴുവൻ തികഞ്ഞു നിൽപ്പുണ്ട് എന്നതും ഒരു കൗതുകകരമായ വസ്തുതയാണ്. എലീശ പ്രവാചകന്റെ കൂടെ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു. എലീശായ്ക്ക് പേര് കിട്ടി, പക്ഷെ എലീശായുടെ കൂടെ നിന്ന ആളുകൾക്കൊന്നും പേരില്ല. ഗേഹസിക്കുണ്ട്, എന്നാൽ അത് വേറൊരു അർത്ഥത്തിലാണെന്ന് നമുക്കറിയാം. സോ just because they were not popular, they were not named, doesn't mean that they are not counted. They are not acknowledged. ആ തരത്തിൽ നമുക്ക് ഈ ഭവനത്തെ നോക്കി കാണാം. A family as a lamppost of faith. വിശ്വാസയാത്രയിൽ വഴിവിളക്കായി തീർന്ന ഒരു ഭവനം. വിശ്വാസയാത്രയിൽ നമ്മുടെ ഭവനങ്ങളും വഴിവിളക്കുകളാകണം എന്നതാണ് നമുക്ക് ഈ തരുണത്തിൽ ധ്യാനിക്കാനായിട്ടുള്ളത്. എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ഭവനം, ആ ഭവനത്തിന്റെ അനുഭവം, ആ അനുഭവത്തിലുണ്ടായ ദൈവികമായ ഇടപെടൽ, അതോട് ചേർന്നുള്ള ദൈവിക സമർപ്പണം വളരെ ചെറിയ ഒരു രംഗത്ത് മാത്രം അവസാനിപ്പിച്ച ഒരു കഥാസന്ദർഭമാണ്. ആ സന്ദർഭമാണ് നമുക്കും അടയാളവും മാതൃകയുമായി തീരാവുന്നത്. ഈ വേദഭാഗത്ത് നിന്ന് 4 ചെറിയ ധ്യാനങ്ങൾ സമർപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മരണം മായിക്കാത്ത വിശ്വാസം. മരണം മായിക്കാത്ത വിശ്വാസം. എലീശ എന്ന പ്രവാചകൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അനേക ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറയുന്നത് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഗിൽഡ് എന്ന് പറയും, പ്രവാചക ഗണം എന്ന് പറയും. അവരൊരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. സാക്ഷ്യ സമൂഹമായി, ശിഷ്യ പ്രവാചക ഗണമായിട്ടാണ് അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എലീശ എന്ന പ്രവാചകന്റെ ഗണത്തിനുണ്ടായിരുന്ന പ്രത്യേകത അവർ പട്ടിണി പാവങ്ങളായിരുന്നു എന്നുള്ളതാണ്. പട്ടിണിയായിരുന്നു അവരുടെ പ്രധാന മുഖമുദ്ര. 2 രാജാക്കന്മാരുടെ ആദ്യ അധ്യായങ്ങൾ വായിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാകും. എലീശ എന്ന പ്രവാചകന്റെ അടുത്ത് ഒരു കൂട്ടം വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് അന്നാഹാരം അല്ലെങ്കിൽ ആഹാരം കൊടുക്കാൻ വഴിയില്ലാതെ വന്നു. ശിഷ്യന്മാർ വന്ന പ്രവാചകനോട് പറഞ്ഞു, എന്തെങ്കിലും കൊടുക്കണ്ടേ?
ഒന്നുമില്ല. അപ്പൊ അവരോട് പോയി പറഞ്ഞു, എവിടുന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. അവർ പോയി കാട്ടുചീര പറിച്ചുകൊണ്ട് വന്നു. കാട്ടുചീര. എന്നിട്ട് അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് ഉണ്ടാക്കിയപ്പോ ഫുഡ് പോയിസൺ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കിട്ടിയ ചീര വിഷമുള്ള ചീരയായിരുന്നു. അതിനെ പ്രവാചകൻ സൗഖ്യമാക്കി എന്നുള്ളത് രണ്ടാം ഭാഗമാണെങ്കിലും വീട്ടിൽ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കാൻ നിർവാഹമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ് ആ പ്രവാചകന്റെ മുഖമുദ്ര. എന്നാൽ അതിന് വേറൊരു മുഖമുദ്രയോടുണ്ട്. ആ പ്രവാചകന്റെ മുമ്പിലാണ് നയമാൻ കോടിക്കണക്കിന് രൂപ വിലയുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്ന് നിന്നിട്ടും എലീശ അത് വാങ്ങാതെ പോയത്. അത് 5-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിത്യവൃത്തി കഴിയാൻ ബുദ്ധിമുട്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ അവർ വിശ്വാസ സാക്ഷ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ മരിച്ചുപോയി. മരിച്ചുപോയി എന്ന് മാത്രമല്ല, ഒന്നാമത് പട്ടിണി, രണ്ടാമത് കടം. ഇപ്പൊ സ്വാഭാവികമായും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ദൈവത്തെ വിളിച്ചാൽ പട്ടിണിയും പരിവട്ടവും കഷ്ടവും മരണവും ഉണ്ടാകുന്നത് ന്യായീകരിക്കാവുന്നതാണോ? ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ മഥിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലും സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്ക്, യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വമോ സൗകര്യമോ നൽകാത്ത ദൈവം ആരാധിക്കാൻ യോഗ്യനാണോ? എന്താണ് നാം ഈ ദൈവത്തെക്കുറിച്ച് പറയേണ്ടത്? ഒരു സ്ത്രീ ഇപ്പോൾ നിലവിളിക്കുകയാണ്. അവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. മരിച്ചുപോയാലും വല്ലതുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ തത്രപ്പെട്ടാണേലും ജീവിക്കാം. ഇതാളുമില്ല, അർത്ഥവുമില്ല. മരിച്ചത് ദൈവവിശ്വാസിയായിട്ടാണ്. ദൈവവിശ്വാസിയായി ജീവിച്ചിട്ടും പെട്ടെന്ന് മരണം ഉണ്ടാകുന്നതും കുടുംബത്തെ പട്ടിണിയാക്കത്തക്കവണ്ണം ദൈവം ആ ആളിനെ വിളിക്കുന്നത് ന്യായമാണോ? ആ ദൈവത്തോട് എങ്ങനെ പ്രതികരിക്കണം? നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയും, ആർ യു ഫെയർ? ഈസ് ഇറ്റ് റൈറ്റ് ഫോർ യു ടു ഡീൽ വിത്ത് മീ ലൈക്ക് ദിസ്? ആഫ്റ്റർ ഓൾ, what have I done? Don't you see what I have been doing for you? ഞാൻ പട്ടിണി കിടന്ന് നിന്നെ വിളിച്ചവനാണ്. എന്നിട്ടും എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, ഇപ്പോഴും പട്ടിണിയാണ്, നാളെയും പട്ടിണിയാണ്. നാം കേൾക്കുന്ന സുവിശേഷമൊന്നും ഇപ്പൊ അങ്ങനത്തെ അല്ലല്ലോ. നമ്മൾ പറയുന്നത് പട്ടിണി കിടന്ന് വിളിക്കുമ്പോഴും അതൊക്കെ പെട്ടെന്ന് മാറ്റിത്തരുന്ന ദൈവത്തെയാണ് നമ്മൾ ഇപ്പൊ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഈ പ്രവാചക ശിഷ്യന്റെ ബാക്കി പത്രം മരണമാണ്, പട്ടിണിയുമാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ത് പറയണം? ഭാര്യ എന്ത് പറയണം? ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറയണം? ആ മനുഷ്യൻ വിളിച്ച ദൈവത്തെ കുറിച്ച് എന്ത് പറയണം? എന്നാൽ നാം ഇവിടെ കാണുന്നത്, in the midst of duress there is devotion. ദുരിതത്തിന് നടുവിൽ ദൈവത്തെ വിളിക്കുന്ന ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മരണത്തിന് മുമ്പിൽ മാഞ്ഞു പോകാത്ത വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. ഈ കഷ്ടത ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിനുള്ള
ഒരു സന്ദർഭമായി വേണമെങ്കിൽ അവർക്ക് മാറ്റാമായിരുന്നു. കഷ്ടത ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന സന്ദർഭമായി തീരാമായിരുന്നു. നമുക്കറിയാം, മിസ്സസ് ലോത്ത്, for her loss of her life, loss of her prosperity had made her to look back. അവര് നഷ്ടം വന്നപ്പം പിന്നോട്ടാണ് നോക്കുന്നത്. പിന്നോട്ട് തന്നെ നോക്കി നിന്നുപോയി എന്നുള്ളതാണ് വേദപുസ്തക സാക്ഷ്യം. മിസ്സസ് ജോബ് കഷ്ടത വന്നപ്പം ഭർത്താവിനോട് പറഞ്ഞു, ആദ്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലവനാണെന്ന് പ്രൂവ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ മതി, വിട്ടുകളാ. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ 2 വീട്ടമ്മമാർ നഷ്ടമുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കുകയും നഷ്ടമുണ്ടായപ്പോൾ വിട്ടുകളയുകയും ചെയ്യുക എന്ന് പറഞ്ഞിടത്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുമ്പോൾ ഈ വീട്ടമ്മ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുന്നത്. ഈ നോട്ടമാണ് മരണം മായിക്കാത്ത വിശ്വാസം. ഒരു പാവപ്പെട്ട സ്ത്രീ, അവർ പ്രസംഗിക്കാനൊന്നും പോയില്ല, പ്രവാചകന്റെ കൂടെ ഒന്നും പോയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ബട്ട് വൈ ഡിഡ് ഷീ റിമെയിൻ ഇൻ ഫെയ്ത്ത്? I want to suggest that she considered her family as a fellowship of faith. അവരുടെ വീടിനെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയായി അവൾ കണ്ടു. ഒരാൾ മാറിയപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ ആ വീട് കാത്തു. ഫാമിലി ഈസ് എ ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത്. കുടുംബം വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാകുമെന്നാണ്? വീട്ടിലുണ്ടാകുമെന്നാണ്. 2 പേരെ ചേർത്താണ് പള്ളിയിൽ നിന്ന് വിടുന്നത്. 2 പേര് പൊക്കോളാൻ പറയും, വേദോത്സവം കൊടുത്തേച്ച് വിടും, എന്നിട്ട് പറയും ഇത് പോയി വായിച്ച് കൂടിക്കോളാൻ പറയും, അല്ലേ? അപ്പം പള്ളിയിൽ നിന്ന് ചേർത്ത് വിടുന്നവരെ എന്തിനാണ് വിടുന്നത്? ഫെലോഷിപ്പ് ഫോർ ഫെയ്ത്ത് ആകാനാണ് വിടുന്നത്. ഞങ്ങളുടെ അടൂർ ഭദ്രാസനം ഈ വർഷം കുടുംബ ദൃഢീകരണ വർഷമായി ആചരിക്കുകയാണ്. അപ്പൊ അതിന് അടിസ്ഥാനമായി ഞങ്ങൾ ഒരു ധ്യാന പുസ്തകം ഭദ്രാസനം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്, ധ്യാന പുസ്തകത്തിന് നൽകിയ പേര് വചനക്കൂട് എന്നാണ്. അതിനർത്ഥം വചനം കൊണ്ടൊരു കൂടാണ് വീട്, വചനത്തിനുള്ള കൂടാണ് വീട്. നമുക്കറിയാം, കിളിക്കൂട് എന്ന് പറയുന്ന വാക്കിൽ കിളി ഉണ്ടാക്കിയ വീടെന്നും കിളി താമസിക്കുന്ന വീടെന്നും അർത്ഥമുണ്ട്. കിളിക്കൂട്. അപ്പൊ വീട് വചനക്കൂടാണ് എന്നാണ് ആ പുസ്തകം സമർത്ഥിക്കുന്നത്. വചനക്കൂടെന്ന് പറയുമ്പോൾ വചനം കൊണ്ടുണ്ടാക്കിയ വീട്, വചനത്തിന് വസിക്കാവുന്ന വീട്. എൻ്റെ നാമത്തിൽ കൂടി വരിക, 2 പേർ കൂടുമ്പോൾ കൂടെ ഉണ്ട്. ബേസിക് യൂണിറ്റ് ഫാമിലി ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്നാണ് നമ്മുടെ വിവാഹ ശുശ്രൂഷയിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്തിൽ ഒരാൾ മരണപ്പെട്ടാലും ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുകയാണ്, കർത്താവുമായുള്ള കൂട്ടായ്മയിൽ. അതാണ് ഈ വീട്ടമ്മ ഏറ്റെടുക്കുന്ന വിശ്വാസം. ആ വീടിനെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയായി നിലനിർത്തി ഒരാൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു, മാറ്റപ്പെട്ടപ്പോൾ അടുത്തയാൾ ആ വിശ്വാസം ഏറ്റെടുക്കുകയാണ്. കാരണം അവർക്ക് ആള് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കാത്തത് വിശ്വാസമാണ്. ഒരു കുടുംബത്തിലെ ആളുകൾ നഷ്ടപ്പെട്ടാലും, കുടുംബത്തിലെ ധനം നഷ്ടപ്പെട്ടാലും, കുടുംബം എന്ത്
സംഭവിച്ചാലും നഷ്ടപ്പെടാൻ ഒക്കാത്തതാണ് ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം. അവർ അത് ഏറ്റെടുത്തു. അവർ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, തന്നെയും കുറ്റം പറഞ്ഞില്ല. ആ ദൈവസന്നിധിയിൽ തന്നെ അവർ ചെന്ന് നിൽക്കുന്നതാണ് നാം വായിക്കുന്ന വേദഭാഗം. So she exemplifies devotion in time of duress. And the suffering and sorrow in her life did not disorient her. It did not distract her. ഞാൻ പറഞ്ഞു, ഒരു സാധാരണ വീട്ടമ്മ വിശ്വാസത്തിന്റെ ബ്രാൻഡിങ് നടത്തുന്നത് വീടിനെ വിശ്വാസത്തിന്റെ കൂടാരമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. അവൾക്ക് ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവൾ ദൈവസന്നിധിയിൽ തന്നെയാണ് ചെല്ലുന്നത്. അവരുടെ ജീവിതത്തിൽ ഈ ദൈവം എന്ത് ചെയ്തിട്ടാണ് വീണ്ടും അവൾ ദൈവസന്നിധിയിൽ ചെല്ലുന്നത്? ഒന്നും ചെയ്തില്ല. ദൈവത്തെ വിളിച്ച് നടന്ന ആളിനെ കൊണ്ടുപോയിട്ടാണ് അവൾക്ക് ഈ ദുരിതം ഉണ്ടാകുന്നത്. എന്നിട്ടും ആ ദൈവത്തെ തള്ളിപ്പറയാതെ വീണ്ടും ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. Because for her, her first port and the last port is God and God alone. നമുക്ക് പലപ്പോഴും ദൈവം ഫസ്റ്റ് പോർട്ട് അല്ല, ആംബുലൻസ് ആണ്. ഞാൻ സാധാരണ പറയും ദൈവം നമുക്ക് 108 ഇവിടുത്തെ ഭാഷയിൽ, നാട്ടിലെ ഭാഷയിൽ SOS ആണ്. എല്ലാം കൈകാര്യം ചെയ്തല്ലേ ഒന്നും ഒക്കാത്തപ്പോൾ അത്യാസന്ന നിലയിൽ എത്തുമ്പം വിളിക്കുന്ന ആളാണ് ദൈവം, ആംബുലൻസ്. അത് എയർ ആംബുലൻസ് ആകാം, റോഡ് ആംബുലൻസ് ആകാം. God is not her last resort. God is her only resort. ഏക ആശ്രയം ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും പാടും, ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും ഞാൻ യാത്ര ചെയ്യും. ആരെ നോക്കി? ക്രൂശെ നോക്കി, ദൈവത്തെ നോക്കി. ആ ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭ. ആപത്തോ പട്ടിണിയോ വാളോ മരണമോ ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയില്ല. അതിനകത്തിൽ നമുക്ക് പെട്ടെന്നൊരു കോൺട്രഡിക്ഷൻ തോന്നാം. ദൈവസ്നേഹമുള്ളവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ ആപത്തോ പട്ടിണിയോ വാളോ മരണമോ ഉണ്ടാകുന്നത്? നമ്മളിപ്പോ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്നത് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും വരരുത്. ആപത്ത് വരരുത്, പട്ടിണിയോ രോഗമോ വാളോ മരണമോ ഉണ്ടാകരുത്. പക്ഷേ നാം വായിക്കുന്നത് എന്താണ്? പട്ടിണിയോ ആപത്തോ മരണമോ വാളോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. സോ all other things may go, but what remains is the love of God. And the challenge is, can we still love God? ആപത്തിന് നടുവിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? പട്ടിണിയുടെ നടുവിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? രോഗത്തിന് നടുവിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? വാളിന് നടുവിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭ. ഈ സ്ത്രീ, അവളുടെ ജീവിതം ദുരിതത്തിലാണ്. ആ ദുരിതത്തിന് നടുവിൽ ദൈവസ്നേഹം അവൾ കണ്ടെത്തി. അതുകൊണ്ടാണ് അവൾ വിശ്വാസത്തിന്റെ ബ്രാൻഡായത് എന്ന് ഞാൻ പറയുന്നു. ആ കുടുംബം കഷ്ടതയിൽ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീടുകൾ ഇപ്പോൾ കഷ്ടത ഒഴിവാക്കുന്ന സ്ഥലമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായം, ഫാമിലി ഷുഡ് ബി എ യൂണിവേഴ്സിറ്റി, an exclusive university to learn to live in suffering and sorrow.
കഷ്ടതയിലും കണ്ണുനീരിലും ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയായി നമ്മുടെ ഭവനങ്ങൾ മാറണം. കാരണം ഇത് മറ്റാരും ഇപ്പം പഠിപ്പിക്കുന്നില്ല. കഷ്ടതയിൽ ജീവിക്കാനും കണ്ണുനീരിൽ ജീവിക്കാനും നമുക്ക് ഇന്ന് വേറെ ആരും പഠിപ്പിക്കാനില്ല. അതുകൊണ്ട് നമ്മുടെ വീട് വിശ്വാസ വിളക്കാകണമെങ്കിൽ ദുരിതാനുഭവങ്ങളിൽ വിളക്ക് കത്തിക്കാൻ പഠിപ്പിക്കണം. ദുരിതാനുഭവങ്ങളിൽ വിളക്ക് കത്തിക്കാൻ പഠിപ്പിക്കുന്ന ഇടമായി വീടുകൾ മാറണം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തും പ്രൊഡക്ടിവിറ്റിയും മാത്രമാണ് എന്ന് പഠിപ്പിക്കാത്ത ഇടമായി വീട് മാറണം. നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മളോട് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഹെൽത്ത്, വെൽത്ത്, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി. ഇത് നാലും ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഹെൽത്ത് വേണം, വെൽത്ത് വേണം, പ്രൊഡക്ടിവിറ്റി വേണം, ക്വാളിറ്റി വേണം. എന്നാൽ ഇത് നാലും ഇല്ലാത്തവർക്ക് താമസിക്കാവുന്നിടമാണ് വീട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട് ദുരിതങ്ങളിൽ വിളക്ക് കത്തിക്കാൻ പഠിപ്പിക്കുന്നിടമാകണം. ഞാൻ എൻ്റെ ഇടവകയിൽ പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ രോഗികളുടെ അടുത്ത് കൊണ്ടുപോകണം. നമ്മുടെ ആ പള്ളിയിലെ ആളുകൾ മരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യൂയിങ്ങിന് കൊണ്ടുപോകണം. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ മറച്ചു പിടിക്കും, അവരെ ഇൻസുലേറ്റ് ചെയ്യും ഫ്രം സഫറിങ് ആൻഡ് സോറോ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? they live in a fantasy world. അവരെപ്പോഴും അവർക്ക് കിട്ടുന്ന ഐഡിയ എന്താണ്? ജീവിതം എന്ന് പറയുന്നത് ഹെൽത്ത്, വെൽത്ത്, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി. എന്നാൽ 80 വയസ്സായ വല്യപ്പൻ 5 കൊല്ലമായി ശയ്യയിൽ കിടക്കുന്നു എന്ന് കാണുന്ന ഒരു കുഞ്ഞ് പഠിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ഹെൽത്ത് മാത്രമല്ല, സിക്നെസ്സും ഉണ്ട്. Living through sickness also is life. ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ മരണമുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുമോ ഞങ്ങളുടെ കുഞ്ഞിനെ മരണം കാണിച്ച കുഞ്ഞ് പേടിച്ചു പോകുമല്ലോ. അങ്ങനെ പൊതിഞ്ഞു വളർത്തുമ്പം സ്വന്തം അമ്മ ചത്താലും കൊച്ചിന് എന്തുവാ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാതെയും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാതെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാതെയും പതറി നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വീട് എന്ന് പറയുന്നത് ഫാമിലി ഈസ് എ ലേണിംഗ് പ്ലേസ്. എന്തിന്? 2 തരത്തിൽ. ജീവിതം കഷ്ടതകളും ദുരിതവും മരണവും ഉള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നതും ആ ദുരിതാനുഭവങ്ങളിൽ വിശ്വാസത്തിന്റെ വിളക്കെരിയാതെ അത് അണയാതെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നതുമായ ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. നമ്മൾ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹൗ ടു കോപ്പ് വിത്ത് ലോസ്, സഫറിങ് ആൻഡ് സോറോ. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ വേണ്ട വിധത്തിൽ വളരാതെ പോകും. അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിച്ചത്. രണ്ടാമത് നാം ഈ വേദഭാഗത്ത് കാണുന്നത് മക്കൾക്കായുള്ള മധ്യസ്ഥതയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു മരണത്താൽ മറയാത്ത വിശ്വാസം, ഡിവോഷൻ ഇൻ ടൈം ഓഫ് ഡ്യൂറസ്. രണ്ടാമത് മക്കൾക്കായുള്ള മധ്യസ്ഥത. ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കുകയാണ്. എന്തിനാണ്? ടു സെക്യൂർ ദ ഫ്യൂച്ചർ ഓഫ് ഹെർ ചിൽഡ്രൻ. തൻ്റെ മക്കളുടെ ഭാവി
അത് സുരക്ഷിതവും സ്വതന്ത്രവുമാകാനായി കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഷീ ഈസ് ഇന്റർസീഡിങ് ഫോർ ഹെർ ചിൽഡ്രൻ. അപ്പൊ ഈ അമ്മ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന അമ്മയാണ്. മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന അമ്മ എന്ന് പറഞ്ഞാൽ വേറെ ചില വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരമ്മ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. മാർത്തോമാ സഭ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം നാം ഗൗരവമായി ചോദിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ മാർത്തോമാ സഭ മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്ന സഭയാണ്. പക്ഷെ ആരുടെ മധ്യസ്ഥത എന്നാ ചോദ്യം. ആർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത എന്നാണ് അടുത്ത ചോദ്യം. മാർത്തോമാ സഭ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥതയിൽ വിശ്വസിക്കുന്നു. We believe in living people interceding for other living beings. വിശുദ്ധ മാമോദീസായിൽ നാം ആ മധ്യസ്ഥത ഏറ്റെടുക്കുകയാണ്. നമ്മുടെ വളരുന്ന തലമുറയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത ഏറ്റെടുക്കുന്ന വിശ്വാസ സമൂഹമാണ് മാർത്തോമാ സഭ. അതുകൊണ്ട് വളരുന്ന തലമുറയ്ക്ക് വേണ്ടി മധ്യസ്ഥത ഏറ്റെടുക്കുന്ന സഭയാണ് മാർത്തോമാ സഭ. മരിച്ചവർക്ക് വേണ്ടി മധ്യസ്ഥത എടുക്കാറില്ല, മരിച്ചു പോയവരോടും മധ്യസ്ഥത ചെയ്യാറില്ല. അത് വേറൊരു വിഷയം. നമുക്കിപ്പോ ആ ഒരു വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇവിടെ ഈ അമ്മ ചെയ്യുന്നത്, അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുകയാണ്. അമ്മ കരയുകയാണ്. കരയുക എന്ന വാക്ക് ഇപ്പൊ ഒരു മോശം വാക്കാണ്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്ന വാക്കാണ്. കരയുക എന്നത് മോശമാണ്. അഥവാ കരഞ്ഞാൽ തന്നെ ആര് കരയണം? പെൺപിള്ളേർ കരയണം, ആൺപിള്ളേർ കരയരുത്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ പ്രാക്ടീസ് നമുക്കുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, സൊഫിസ്റ്റിക്കേറ്റഡ് കൾച്ചറിൽ ക്രൈയിങ് ഈസ് എ ഷെയിംഫുൾ ആക്ട് അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ, എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർക്കറിയാം, ആൺപിള്ളേർ കരഞ്ഞാൽ ഉടനെ ചോദിക്കും, നീ എന്താടാ ചില പെൺപിള്ളേരുടെ കൂട്ടിൽ നിന്ന് മോങ്ങുന്നത്? പെൺപിള്ളേർ ചിരിച്ചാൽ, ഉറക്ക ചിരിച്ചാൽ ചോദിക്കും, നീ എന്താ വാടി ചില ആൺപിള്ളേരുടെ കൂട്ട് കക്കക്ക എന്ന് വെക്കുന്നത്? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രാക്ടീസ് എന്താണ്? പുരുഷന്മാർ കരയാൻ പാടില്ല, സ്ത്രീകൾ ചിരിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ഓൾ, ക്രൈയിങ് ഇൻ പബ്ലിക് ഈസ് നോട്ട് ഹീറോയിസം. ധീരതയല്ല. പാവം, അങ്ങനെ പഠിച്ച് സ്വന്തം അമ്മ മരിച്ചാലും ഇപ്പൊ അടുത്ത് വന്ന് നിൽക്കുന്ന ആൺപിള്ളേർക്ക് കരയാൻ പാടാ. കാര്യം മോശമല്ലയോ? അങ്ങനെയല്ല. നമ്മൾ പറയുന്ന ഒരു പൊങ്ങച്ചമുണ്ട്. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളെന്താ കരയാതെ? മോശമായോണ്ടല്ലേ? We are shedding sweat for our children, but we are not shedding tears for our children. നമ്മൾ അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മാർത്തോമാക്കാരനും മലയാളിക്കും ഒക്കെ പൊതുവേ ഉള്ള സവിശേഷത മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അത് അമേരിക്കയിലാണെങ്കിലും ആ സ്വഭാവം മാത്രം അമേരിക്കക്കാരനെ നിങ്ങൾ എടുത്തിട്ടില്ല. നല്ല കാര്യം.
അവരവർക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. വി ഷെഡ് ടിയേഴ്സ് അല്ല, വി ഷെഡ് സ്വെറ്റ്. നമ്മൾ വിയർപ്പൊഴുക്കും, പക്ഷെ കണ്ണീരൊഴുക്കുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടത് ഇന്റർസീഡിങ് ഫോർ അവർ ചിൽഡ്രൻ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥത ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയണം ദൈവസന്നിധി. ഇയ്യോബ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല. He always used to intercede for his children. മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞാൽ പിന്നെ അല്ലാതെ കരയേണ്ടി വരികയില്ല എന്നാണ് ഒരു പ്രമാണം. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ now our goal is എല്ലാ വീടുകളും ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക, ഇന്റർസെഷൻ ഇല്ല. Families are making investment for their children, not interceding for their children. മധ്യസ്ഥത വഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ തന്നിട്ട് പള്ളിയിൽ നിന്ന് വിടുമ്പം പറയും, നിങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ തന്നയക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം. നടക്കുന്നുണ്ടോ? നടത്താൻ ധൈര്യമുണ്ടോ? ഇപ്പൊ സൂം ഉണ്ടല്ലോ, ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ. മകൻ എവിടെയും ആയിക്കോട്ടെ, മകൾ എവിടെയും ആയിക്കോട്ടെ, കൊച്ചുമക്കൾ എവിടെയും ആയിക്കോട്ടെ, വല്ലപ്പോഴുമെങ്കിലും മക്കളെ ഓൺലൈനിൽ വാ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാനുള്ള ഒരു സാധ്യത ഇനിയെങ്കിലും നമുക്ക് ഉപയോഗിക്കത്തില്ലേ? പറ്റുമോ? അതോ അതും മോശം എന്ന പട്ടികയിൽ പെട്ടു പോയോ? മക്കളെ വിളിക്കുമ്പോൾ പറയണം, we are shedding tears for you, not sweat all the time. We are interceding, not just investing for you. ഇവിടെ ഒരു അമ്മ മക്കൾക്ക് വേണ്ടി, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി കരയുകയാണ്. ഞാൻ ചില കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കി അമ്മമാരുടെ അപ്പന്മാരുടെയും കൈ കൊടുക്കുമ്പോൾ അവരോട് പറയും, ഈ കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ഈ കുഞ്ഞിന്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോ? മാമോദീസ മുക്കിയാന്ന്. കാരണം അത് പ്രാർത്ഥിക്കേണ്ടത് 25ഉം 26ഉം വയസ്സാകുമ്പോഴല്ല, കുഞ്ഞുണ്ടാകുമ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം ഈ കുഞ്ഞിന്റെ ഭാവി. ഇവിടെ ഒരമ്മ പറയാണ്, എന്റെ മക്കൾ they should not go in bondage. എന്റെ മക്കൾ അടിമകളായി പോകരുത്, അവർ സ്വതന്ത്രരായി പോകണം. അതിനുവേണ്ടി കരയുന്ന ഒരമ്മ. ഞാൻ വീണ്ടും പറയുന്നു, instead of sweat we should shed tears. Instead of investment we should intercede. ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല. ഇവിടെ നമ്മൾ കാണുന്ന സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, എലീശയുടെ അടുത്ത് ചെന്ന് ഈ അമ്മ പറയാണ്, എൻ്റെ മക്കളുടെ കാര്യം, അവർക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കരയുകയാണ് എന്ന് പറയുമ്പോൾ, നീ നിന്റെ മക്കൾക്ക് വേണ്ടി കരഞ്ഞോ എന്ന് പറഞ്ഞ് എലീശ മാറി നിൽക്കുവല്ല. എലീശ ഓൾസോ ഈസ് കൺസേൺഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദീസ് ചിൽഡ്രൻ. തൻ്റെ വിശ്വാസഗണത്തിൽപ്പെട്ട വേറൊരാളിന്റെ മക്കളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളായി എലീശായെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? നമ്മൾ വളരുന്ന തലമുറയുടെ മധ്യസ്ഥരാണ്. മാമോദീസ തന്നെയാണ് അതിന് ഏറ്റവും വലിയ അടയാളം. എന്തിനാണ് നമ്മൾ ഒരാളിനെ ഗോഡ് പേരന്റ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നത്? ഗോഡ് പേരന്റ് എന്ന് പറഞ്ഞ് നിർത്തുന്നത് ആ കൊച്ചിന്റെ വല്യപ്പനോ വല്യമ്മയോ ആയതുകൊണ്ടല്ല. That person is representing the faith community.
ഓരോ കുഞ്ഞിനെയും മാമോദീസ മുക്കുമ്പോൾ സഭ പറയുകയാണ്, ഞങ്ങളാണ് മധ്യസ്ഥർ. നമ്മുടെ തൊട്ടു മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും, അത് നമ്മുടെ അയൽപക്കക്കാരന്റെ കുഞ്ഞാകാം, നമുക്കറിയാൻ വയ്യാത്ത ആളിന്റെ കുഞ്ഞാകാം, ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് ഒരു മധ്യസ്ഥതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ ഇടവകയിലുള്ള ആളുകളോട് പറയും, നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ ആരും ആയിക്കോട്ടെ, ആ കുഞ്ഞിന്റെ തലയിലൊന്ന് തൊടണം. ഇപ്പം തൊടണമെന്ന് പറയത്തില്ല, ഇപ്പം എല്ലാം ക്വാറന്റൈനും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണല്ലോ. അല്ലാത്തപ്പോൾ തലയിലൊന്ന് തൊടണം, എന്നിട്ട് പറയണം, മേ ഗോഡ് ബ്ലസ് യു. ഇത് ഞാൻ പറയാൻ കാര്യം, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വലിയപ്പച്ചൻ്റെയും വലിയമ്മച്ചിയുടെയും കൂടെ നിന്നാ വളർന്നു. എൻ്റെ പേരൻസ് അന്ന് മധ്യപ്രദേശ് ജോലിയായിരുന്നു. അപ്പൊ എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നമുക്ക് ഒരു വീട്ടിൽ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു 100 വയസ്സായ അമ്മച്ചിയുടെ കൈയും കാലും കണ്ട നമുക്ക് ഈർക്കിൽ എന്ന് പറയാൻ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാതിരിക്കല്ലേ, ഈർക്കിൽ കോല് പോലുള്ള വണ്ണമേ ഉള്ളൂ. അത്രേ ശോഷിച്ച ഒരു അമ്മച്ചി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മച്ചി വർത്താനമൊക്കെ പറയും. അപ്പം പോയ വഴിക്ക് അമ്മച്ചി പറഞ്ഞു, ഈ അമ്മച്ചിക്ക് ദീനം കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ഈ 100 വയസ്സുള്ള അമ്മച്ചി ഒരു കട്ടിലെ ഇങ്ങനെ ചാരി ഇരിക്കുവാണ്, അല്പ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോ അമ്മച്ചി എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു, ഇത് കുഞ്ഞുകുട്ടിയുടെ മോനാന്നോ? അമ്മച്ചി പറഞ്ഞ ആന്നു. ഈ അമ്മച്ചി എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് ആ ഈർക്കിൽ പോലുള്ള 5 വിരല് എൻ്റെ തലയെ വെച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു 6 വയസ്സുകാരനായ എനിക്ക് ആദ്യമായി കിട്ടിയ കൈവപ്പ് അതാണ്. അത് കഴിഞ്ഞ് മാർത്തോമാ പോലത്തെ ജോസഫ് തിരുമേനിയാണ് എന്നെ ശമ്മാശ് പട്ടം തന്നത്. അതെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതോടൊപ്പം ഞാൻ ചേർത്ത് വെക്കുന്ന കൈവപ്പ്, എനിക്ക് പേരറിയാത്ത എൻ്റെ നാട്ടിലുള്ള ആ അമ്മച്ചി എൻ്റെ തലയിൽ വെച്ച കൈയാണ്. നമ്മുടെ വിരൽപ്പാടുകൾ, അനുഗ്രഹത്തിന്റെ സ്പർശങ്ങൾ നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ ഏത് അയൽപക്കക്കാരന്റെ കുഞ്ഞിന്റെ തലയിലാണ് ഇതുവരെ വന്നിട്ടുള്ളത്? So we are, as a community of faith, should be mediators and intercessory prayer leaders. അവരുടെ തലയിൽ കൈവെക്കണം, മനസ്സുകൊണ്ടെങ്കിലും വെക്കണം. അല്ലാതെ ഇപ്പം വരുന്ന പിള്ളേരെല്ലാം ഒന്നിനും കൊള്ളുകയില്ല, പ്രത്യേകിച്ച് എൻ്റേത് ഒഴികെ ബാക്കി എല്ലാം തല്ലിപ്പൊളിയാണ്. അങ്ങനെയല്ല. അവരുടെ തലയിൽ നാം കൈവെക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. വളരുന്ന തലമുറയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവരായി നാം മാറണം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മരണം മായിക്കാത്ത വിശ്വാസം. 2, മക്കൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത. 3, മനം കുളിർപ്പിക്കുന്ന കരുതൽ. മനം കുളിർപ്പിക്കുന്ന കരുതൽ. ഈ സ്ത്രീ എലീശായോട് പറഞ്ഞു, എൻ്റെ കാര്യം വളരെ പ്രയാസത്തിലാണ്. നിനക്കറിയാമല്ലോ, എൻ്റെ ഭർത്താവ് അദ്ദേഹം ദൈവഭക്തനായിരുന്നു, പക്ഷേ എനിക്ക് കടമാണ്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആട്ടെ ഞാൻ എന്ത് ചെയ്യണം, നിനക്ക് എന്തുണ്ട്? അതൊക്കെ ആ ഭാഗത്തേക്ക് ഞാൻ അധികം പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, ശരി, നിന്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയുണ്ടല്ലോ, നീ പോയി അയൽപക്കത്തുള്ള എല്ലായിടത്തും ചെന്ന് പാത്രങ്ങൾ വാങ്ങിക്കണം. പാത്രങ്ങളൊന്നും കുറവായിരിക്കരുത്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഏലിയാവിന്റെ കാലത്താണെങ്കിൽ ഒരു വിധവയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. സാരെഫാത്തിലെ വിധവ.
സാരേഫാത്തിൽ ഏലിയാവ് ഇരുന്നപ്പോൾ ഒരു സ്ത്രീയോട് പറഞ്ഞു, വെള്ളം തരാമോ, അട തരാമോ? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഇച്ചിരിയേ മാവുള്ളൂ. അപ്പം നമുക്കറിയാമല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ എനിക്കൊരു വട ഉണ്ടാക്കിക്കൊണ്ട് തന്നാൽ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. ആ പ്രവാചകന്റെ ശിഷ്യനാണ് എലീശ. ഈ എലീശായിക്ക് ഈ സ്ത്രീയോട് പറയത്തില്ലയോ, നിന്റെ ഭരണിയിലെ എണ്ണ തീരാതെ ഇരിക്കട്ടെ, ആ ഭരണിയിൽ നിന്ന് എടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അവരെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ പാത്രം പറക്കാൻ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ എന്തു പറയും? ഞാൻ ഈ ഒരു ചോദ്യം എൻ്റെ ഒരു പ്രാർത്ഥനയോഗത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തോ പറയുന്നത്? അപ്പൊ അതിൽ സരസനായ ഒരാൾ പറഞ്ഞു, അച്ഛാ, ഈ ഒരു ഭരണിയിലെ എണ്ണ തീരാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലേ ഉള്ള പ്രശ്നം, ഇത് തീരാൻ എടുക്കണ്ടായോ? എടുക്കണമെങ്കിൽ ആള് മേടിക്കാൻ വരണ്ടായോ? ഇതാണെങ്കിൽ ഈ പാത്രം ചോദിച്ച് അയലോക്കത്ത് നടക്കുമ്പോൾ അവർ ചോദിക്കും. ചിലരാണെങ്കിൽ ഒരു കാര്യം തരുന്നതിന് മുമ്പ് 150 ചോദ്യം ചോദിക്കും. അപ്പോ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. അപ്പൊ അന്നേരം പറയും, പ്രവാചകൻ പറഞ്ഞു, ഈ എണ്ണ തീരത്തില്ല. അപ്പം ഇത് നല്ല എണ്ണയായിരിക്കുമല്ലോ, അപ്പൊ എനിക്കൂടെ തരണേ. അപ്പൊ ഒരു 2 പാത്രത്തിന് പകരം 3 പാത്രം കൊടുത്തേച്ച് പറയും, ഒരു പാത്രം എനിക്കൂടെ തരണേ. അപ്പോ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എന്നൊരാൾ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ അയലോക്കത്തെല്ലാം പോയി പാത്രം മേടിക്കണം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു വിചാരം. നിങ്ങൾ കരുതുന്ന അയൽക്കൂട്ടത്തിന് നടുവിലാണ്, അല്ലെങ്കിൽ കരുതുന്ന അയൽക്കൂട്ടം ആകണം എന്നുള്ള ഒരു അടയാളമായി നമുക്ക് അതിനെ കാണാം. ഇനിയും വേറെ വിധത്തിൽ പറഞ്ഞാൽ, നൽകാനും സ്വീകരിക്കാനും സന്നദ്ധതയുള്ള ഒരു കൂട്ടമായി വിശ്വാസ സമൂഹം തീരണം. You need to receive gratefully and you need to give gracefully. അപ്പോൾ പ്രവാചകൻ പറയാണ്, സ്വാഭാവികമായും നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു, പ്രവാചകനോടൊപ്പം ഒരു ഗിൽഡ് ഉണ്ട്, ഒരു കൂട്ടമുണ്ട്, ഒരു ഗണമുണ്ട്. ഈ ഗണം സ്വാഭാവികമായി ഒരുമിച്ചാണ് പാർക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ഒരു ശിഷ്യന്റെ ഭാര്യയോട് പറയാണ്, നീ ചുറ്റുമുള്ള വീടുകളിൽ പോയി പാത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വിശ്വാസ സമൂഹമാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അവർ കൃപയോടെ നൽകുന്നതിനും നീ സന്തോഷത്തോടെ വാങ്ങുന്നതിനും സന്നദ്ധതയുണ്ടാവണം. നെയ്ബർഹുഡ്, വിശ്വാസ സമൂഹം എന്നത് കരുതൽ നൽകുകയും കരുതൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമാകണം. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് ആരുടെയും വേണ്ട, ഞാൻ ആർക്കൊട്ടും കൊടുക്കത്തുമില്ല. ചേരി ചേരാൻ നയമെന്ന് പറയും. എന്നിട്ട് എപ്പോഴും നമ്മൾ പറയും, കർത്താവേ, വേറൊരുത്തന്റെ ഒരു ഗുണവും മേടിക്കാതെ ലോകത്തിൽ നിന്ന് പോണേ എന്ന് പറയാം. വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം മേടിച്ചാൽ അതിനേക്കാൾ വലിയ നാണക്കേട് വേറെ ഇല്ലെന്നാണ് നമ്മുടെ വിചാരം. മറ്റു ചിലർ പറയും, കർത്താവേ, വേറൊരുത്തന്റെയും വാങ്ങിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കൃപ തരണേ. എന്നിട്ട് ആരും കേൾക്കാതെ പറയും, ഈ കൊടുക്കുന്നതൊക്കെ നീ കണക്കിൽ എഴുതി വെച്ചേക്കണം, കാരണം നീ രഹസ്യത്തിൽ കാണുന്ന ആളാണല്ലോ എന്നും കൂടെ പറയും. ലൈഫ് ഈസ് നോട്ട് ദാറ്റ്. ജീവിതം എന്ന് പറയുന്നത് നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ജീവിതമാണ്. So we need to receive gratefully and we need to give gracefully. നമ്മുടെ ജീവിതം നാം ആ തരത്തിൽ ഇന്റർഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ പലപ്പോഴും പറയും, I don't want to be dependent. I want to be independent. ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും പ്രോബ്ലമാറ്റിക് ആണ്. അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല.
We need to be interdependent. നമ്മളൊരു കരുതൽ സമൂഹമായി വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഒരേപോലെ സന്നദ്ധരാവണം. കൃപയോടെ നൽകുന്നതിനും നന്ദിയോടെ സ്വീകരിക്കുന്നതിനും നാം ഒരുങ്ങണം. ഒരുപക്ഷെ ഒരേ സാധനങ്ങളാകണമെന്നില്ല. ഞാൻ മറ്റൊരാളുടെ സമയമാകാം നന്ദിയോടെ സ്വീകരിക്കുന്നത്. ഞാൻ മറ്റൊരാൾക്ക് സാമ്പത്തിക സഹായമായിരിക്കാം കൃപയോടെ നൽകുന്നത്. പക്ഷേ അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓഫ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ആണ്. അതുകൊണ്ടാണ് മനം കുളിർപ്പിക്കുന്ന കരുതൽ. ഈ സ്ത്രീയുടെ ദുരിതാനുഭവത്തിൽ മനം കുളിർപ്പിക്കുന്ന കരുതലായി ഒരു അയൽക്കൂട്ടമുണ്ട്, വിശ്വാസ സമൂഹം ഉണ്ട് എന്ന് പ്രവാചകൻ ഉറപ്പ് കൊടുക്കുകയാണ്. പാരിഷ് എപ്പോഴാണ് ഫാമിലി ഓഫ് ഫാമിലീസ് ആകുന്നത്? ഈ കെയർ ഗിവിംഗ് ആൻഡ് കെയർ ടേക്കിംഗ് ആകുമ്പോഴാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അത് അധികമായി ഇനി വിശദീകരിക്കുന്നില്ല. അവസാനമായി നാലാമതായി മഹത്വ സന്നിധിയിലെ അർപ്പണം. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. മരണം മായിക്കാത്ത വിശ്വാസം, മക്കൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത, മനം കുളിർപ്പിക്കുന്ന കരുതൽ. 4, മഹത്വ സന്നിധിയിലെ അർപ്പണം. ഈ സ്ത്രീ അയൽപക്കത്തുള്ള എല്ലാ വീടുകളിലും ചെന്ന് പാത്രം വാങ്ങിച്ചു. അവരുടെ മക്കളെ കൂടെ വിട്ടു. ഞാൻ ആദ്യം പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഇവർ ചെയ്യുന്നത്. അവരുടെ മക്കളെ കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഇടപെടുത്തി. നമ്മളാണെ മക്കളെ ഒന്നും പ്രശ്നങ്ങൾ അറിയാതെ അങ്ങ് വളർത്തുകയാണ്. അങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഫാമിലി ഓഫ് ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്തിൽ, ആ ഫെലോഷിപ്പ് ഓഫ് ഫെയ്ത്ത് not only when everything is secure, but even when everything is in turmoil, there is a fellowship of faith. ഈ മക്കളെ വിട്ടു. എന്നിട്ട് ഈ മക്കളാണ് ഈ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പാത്രങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നിട്ട് ഈ പാത്രങ്ങൾ അങ്ങോട്ട് നിറച്ചിട്ടും പാത്രങ്ങൾ ഉള്ളിടത്തോളം എണ്ണ വർദ്ധിക്കുകയാണ്. ധാരാളം എണ്ണയുണ്ടായി. ഒടുവിൽ അമ്മ ചോദിച്ചു, ഇനിയും പാത്രം ഉണ്ടോ? അപ്പം മകൻ പറഞ്ഞു, പാത്രം കിട്ടിയതെല്ലാം നിറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അപ്പൊ ഇവരുടെ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇവർക്ക് കടമുണ്ട്. ഇവർ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു. ദൈവം അവർക്കൊരു ആലോചന കൊടുത്തു. അതിൻ പ്രകാരം അവർ പ്രവർത്തിച്ചു. ഇപ്പോൾ അവർക്ക് എന്ത് കിട്ടി? വലിയ സമ്പത്ത് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് കടം ഉണ്ടായിട്ടാണ് അവർ പോയി പ്രാർത്ഥിച്ചത്. ഈ കടം എങ്ങനെ അതിജീവിക്കണമെന്നുള്ള ആലോചനയാണ് എലീശ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. അതിൻ പ്രകാരം അവർ പ്രവർത്തിച്ചപ്പോൾ അവൾക്ക് ധാരാളം എണ്ണ കിട്ടി. ഇനിയും ഈ എണ്ണ എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയത്തില്ലയോ? പക്ഷെ നാം ഇവിടെ കാണുന്നത്, ഈ എണ്ണ ധാരാളമായി വർദ്ധിച്ച് കിട്ടിയപ്പോൾ വീണ്ടും അവൾ ദൈവസന്നിധിയിൽ ചെന്നു. വീണ്ടും ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെ എണ്ണ ഉണ്ടായിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത്രയും സാമാന്യ ബുദ്ധി അവർക്ക് വേണ്ടേ? അവരെ ദൈവസന്നിധിയിൽ ചെല്ലാതെ ആ എണ്ണ വിറ്റിരുന്നെങ്കിൽ അത് സാമാന്യ ബുദ്ധി ആയേനെ. എന്നാൽ ആ എണ്ണ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ ചെന്നപ്പോഴാണ് അവർ വിശ്വാസത്തിന്റെ വഴിവിളക്കായത്. കാര്യം എന്നാ? She offered her treasures to the Lord. പലപ്പോഴും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആ സമ്പത്തിനകത്ത് തന്നെ ഒരു ലോജിക്കുണ്ട്. ആ സമ്പത്ത് തരുന്ന ഒരു മൊമെന്റം ഉണ്ട്.
ആ സമ്പത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ട്. ആ എണ്ണ തന്നെ വിളിക്കുകയാണ്, എന്നെ വിറ്റോ എന്നിട്ട് കാശ് മേടിച്ചു എന്ന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവൾ കണ്ണുനീരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, എണ്ണയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. She offered her tears and she offered her treasure. We become lampposts of faith when we offer both our tears and treasures and ask for divine guidance. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവേ ഒരു ജോലി എങ്ങനെ കിട്ടും? നമ്മൾ കേരളത്തിലായിരുന്നപ്പോൾ കർത്താവേ എവിടെ പോയി യാവന കിട്ടും? എനിക്ക് എവിടെ പോയി എൻ്റെ കുടുംബം ഒന്ന് നന്നാകാൻ പറ്റും? അതിൻ്റെ എല്ലാം ആൻസർ കിട്ടി. പക്ഷെ കിട്ടിയ ആൻസറിനെ ദൈവസന്നിധി വെച്ചോ. Lord, I have got a wonderful job. What shall I do with it? Lord, I have got this much bank balance. What shall I do with this? Lord, I have received 3 children. What shall I do with them? കുഞ്ഞുങ്ങളുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലയോ? ഉണ്ടാകാതിരിക്കുമ്പം പ്രാർത്ഥിച്ചാൽ പോരെ? ജോലി കിട്ടാത്തപ്പം പ്രാർത്ഥിച്ചാൽ പോരെ? കിട്ടിയ ജോലി ഉണ്ടെന്ന് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലേ? അല്ല, ഈ സ്ത്രീ ചെയ്തത് അവൾക്ക് കിട്ടിയ എണ്ണ എന്ത് ചെയ്യണം എന്ന് അവൾ ദൈവസന്നിധിയിൽ പോയി ചോദിച്ചു. അതുകൊണ്ടാണ് മഹത്വ സന്നിധിയിലെ അർപ്പണമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു പാവപ്പെട്ട സ്ത്രീ, പേരില്ലാത്ത ഒരു കുടുംബം, they have become a lamppost of faith. വിശ്വാസത്തിന്റെ വഴിവിളക്കായി ഒരു വീട് തീർന്നു. ബൈബിൾ ഈസ് ബ്രാൻഡിങ് an unknown family as a model of faith. എന്തുകൊണ്ടാണ്? ദുരിതത്തിൽ ദൈവസന്നിധിയിൽ നിന്നു, സമൃദ്ധിയിലും അതേ സന്നിധിയിൽ നിന്നു. നമുക്ക് പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റൂ. ചിലര് കഷ്ടത വരുമ്പം കുനിഞ്ഞു കിടന്നെന്ന് പ്രാർത്ഥിക്കും, നെഞ്ചത്തടിച്ച് കിടന്ന് പ്രാർത്ഥിക്കും. അത് മാറുമ്പോൾ ചിലർ തിരിച്ചാണ്. പ്രയാസം വരുമ്പോൾ ഇത്രയും പ്രയാസം വരുത്തിയ ദൈവത്തെ ഇനി ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ലെന്ന് വിചാരിച്ച് ഓടിപ്പോകും. She offered her tears and treasures in the presence of the Lord and interceded for the future of her children with the help of caring believers in a relationship of graciously giving and gratefully receiving. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മരണത്താൽ മറയ്ക്കാത്ത വിശ്വാസത്താൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ള മക്കൾക്ക് വേണ്ടിയും മധ്യസ്ഥത ചെയ്തുകൊണ്ട് മനം കുളിർപ്പിക്കുന്ന കരുതൽ സമൂഹമായി നമ്മുടെ കണ്ണുനീരിനെയും സമൃദ്ധിയെയും മഹത്വ സന്നിധിയിൽ അർപ്പിച്ച് വിശ്വാസത്തിന്റെ വഴിവിളക്കുകളായ വീടുകളായും ആ വീടുകൾ ചേർന്ന് വരുന്ന ഇടവകയായും 30-ാം വർഷത്തിൽ തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം വിയർപ്പൊഴുക്കുന്നവരായി മാത്രമല്ല, കണ്ണുനീറൊഴുക്കുന്നവരായി മാറണം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരായി മാത്രമല്ല, ഇന്റർസീഡ് ചെയ്യുന്നവരായി തീരണം. അങ്ങനെ ജീവനുള്ള മധ്യസ്ഥരായി വളരുന്ന തലമുറയ്ക്ക് വഴികാട്ടികളായി, വറുതിയിൽ വെന്തുപോകുന്നവർക്ക് മനം കുളിർപ്പിക്കുന്നവരായി, വിജയ വഴികളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവം തരുന്ന വഴികൾ സഞ്ചരിപ്പാൻ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും വാഴ്ത്തി ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.